അപ്പം നമ്മൾ കണ്ണിൻ്റെ സർജറിക്കായിട്ട് ഹോസ്പിറ്റലിൽ നമുക്ക് ഡേറ്റ് കിട്ടി. നമ്മൾ വരുന്നതിന് മുമ്പ് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് രാവിലെ തല കുളിച്ച ശേഷം മാത്രമേ ഹോസ്പിറ്റലിലോട്ട് വരാവൂ. രാവിലെ തല കുളിക്കുന്ന സ്വഭാവം ഇല്ലെങ്കിൽ തലേദിവസം വൈകിട്ട് തല കുളിക്കണം. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് നമുക്ക് തല കുളിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തല കുളിച്ചിട്ട് ഹോസ്പിറ്റലിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓപ്പറേഷനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. അതൊന്ന്, നമ്മൾ പതിവായിട്ട് ഷേവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഷേവ് ചെയ്തിട്ട് വരണം. കാരണം പിന്നെ അങ്ങോട്ട് കണ്ണിൽ വെള്ളം ഒഴിക്കാൻ പാടില്ലെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഷേവ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചാൽ കണ്ണിൽ വെള്ളം വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഷേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷേവ് ചെയ്തിട്ട് വരണം. സ്ത്രീകളാണെങ്കിൽ കയ്യിലുള്ള നെയിൽ പോളിഷ് ദയവായിട്ട് മാറ്റിയിട്ട് വേണം വരണം. കാരണം നമ്മൾ പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞൊരു മെഷീൻ നമ്മുടെ പൾസ് കണ്ടുപിടിക്കാനും നമ്മുടെ ഓക്സിജൻ്റെ അളവ് നോക്കാനായിട്ട് നമ്മുടെ വിരലിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്യും. നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റീഡിങ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നെയിൽ പോളിഷ് ഒഴിവാക്കിയിട്ട് വേണം വരാൻ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഓർണമെന്റ്സ്, കയ്യിൽ മോതിരങ്ങൾ, മാല, ബ്രേസ്ലെറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും വീട്ടിൽ വെച്ചിട്ട് വേണം വരാൻ. വെപ്പ് പല്ല് ഉപയോഗിക്കുന്നവർ അത് ഇവിടെ വന്ന് നമ്മൾ മാറ്റി വെക്കേണ്ടതാണ്. അതിൻ്റെ എന്തെങ്കിലും കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതും കൂടെ കൊണ്ടുവരണം. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ. നമ്മൾ ശസ്ത്രക്രിയക്ക് വരുവാണെന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിക്കരുത്. ഇപ്പോൾ കുറച്ച് കഴിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷുഗറൊക്കെ കുറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാകാം. അതുകൊണ്ട് നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. സാധാരണ കഴിക്കുന്ന ജനറൽ മെഡിസിൻസ് എല്ലാം കഴിക്കുക. ഇപ്പോൾ ആസ്മയ്ക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ BP കഴിക്കുന്നുണ്ടെങ്കിൽ, ഡയബറ്റീസിന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് പതിവായിട്ട് അതുപോലെ തന്നെ കഴിക്കുക. ഇൻസുലിൻ്റെ ഡോസ് നോർമൽ ഡോസ് തന്നെ എടുക്കുക. പിന്നെ ചിലവർ നമ്മളോട് ചോദിക്കാറുണ്ട്, മരുന്നിൻ്റെ കൂട്ടത്തിൽ എക്കോസ്പ്രിൻ അല്ലെങ്കിൽ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ ഇവിടെ മൈക്രോ സർജറിയും ലേസർ സർജറിയൊക്കെ ആയ സ്ഥിതിക്ക് അതൊന്നും മുടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഹോസ്പിറ്റലിൽ വരുന്നത് കഴിവതും 8:30 മുമ്പായിട്ട് വരാൻ ശ്രമിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ വീൽ ചെയറിൻ്റെ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ സെക്യൂരിറ്റിയോട് പറഞ്ഞാൽ മതി. വീൽ ചെയറിൽ ഇവിടെ ഹോസ്പിറ്റലിനകത്ത് പ്രവേശനമുണ്ട്, ലിഫ്റ്റ് ഉണ്ട്. അതിനാൽ 3rd ഫ്ലോറിൽ വരാം. 3rd ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് അവിടെ ഉണ്ട്. അവർ അതായത് മുറികൾ കാണിച്ചു തരും. മുറികളിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഡയലേറ്റിംഗ് ഡ്രോപ്സ് ഒഴിക്കാറുണ്ട്. അതല്ല ഇവിടുത്തെ സ്റ്റാഫ് അതുപോലെ തന്നെ ചെയ്തോളൂ. ഹോസ്പിറ്റലിലെ തിയേറ്റർ ഫ്ലോറിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളവിടെ കർശനമായിട്ട് വെളിയിൽ ഉപയോഗിക്കുന്ന ഷൂ അല്ലെ ചെരുപ്പ് അകത്തോട്ട് പ്രവേശിക്കാൻ സമ്മതിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെളിയിൽ ഉപയോഗിക്കുന്ന ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് കൊണ്ട് പേഷ്യൻ്റ് മുറിയിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് കീടാണുക്കൾ ഒത്തിരി കാണും. നമ്മൾ എന്തോ ചവിട്ടിയിട്ട് വരുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാൾ ആ റൂമിലോട്ട് വരുമ്പോൾ വെറുതെ നമ്മളൊരു മൈക്രോബിയൽ ലോഡ് അവിടെ ഉണ്ടാക്കുകയാണ്. കീടാണുക്കളുടെ വളർച്ച നമ്മളായിട്ട് എൻകറേജ് ചെയ്യുകയാണ്. അതുകൊണ്ട് രോഗി പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടെ വരുന്ന ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കണം. അവർ ധരിച്ചുകൊണ്ട് വരുന്ന ചപ്പലുകൾ പുറത്ത് വെച്ചിട്ട് അകത്തോട്ട് വരിക. അപ്പം ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കേട്ടല്ലോ. അത് വീട്ടിൽ പോയി വായിക്കാനായിട്ട് നമ്മളൊരു ലീഫ്ലെറ്റും കൂടെ തരും. അത് അതുപോലെ വായിച്ചാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇതിനകത്തുണ്ട്. ഒന്നുകൂടെ വീട്ടിൽ പോയി വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം അതുപോലെ അനുസരിച്ച് ഇങ്ങ് വരിക.